എല്ലാവർക്കും VNV ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഒരു തെയ്യം വീഡിയോ ആയിട്ടല്ല നിങ്ങളൊപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. മറിച്ച് ഈ അടുത്ത് നടന്ന ഒരു സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോയിൽ അതിൽ എൻ്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു 2 വീഡിയോസ് വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് ഒരു മുത്തപ്പൻ കെട്ടിയിട്ട് ആ മുത്തപ്പൻ ഒരു കാറിൽ കയറി പോകുന്നതും, മറ്റൊന്ന് ഒരു മുത്തപ്പൻ്റെ വെള്ളാട്ടവും ഗുളികൻ്റെ വെള്ളാട്ടവും തമ്മിലുണ്ടായ ഒരു സംസാരവും. അപ്പോൾ ഈ 2 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു വിശ്വാസം. കാണാത്തവർക്ക് വേണ്ടി 2 വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരാം. മുത്തപ്പനോട് ഒരു സ്ഥലത്തും എന്റെ അവസാനം ഞാൻ എന്റെ കർമ്മം കൃത്യമായിട്ട് നിനക്ക് മതമ്പടിയാണെങ്കിൽ നീ അടങ്ങിയിരിക്കും. നീ അനുഭവിച്ചിട്ട് നിന്റെ വയസ്സ് വെക്കുക. ഞാൻ എന്റെ കർമ്മം കൃത്യമായിട്ട് ചെയ്യൂല. അതാരും വന്ന് പറഞ്ഞാലും ഇന്നലെ എന്നാ പറഞ്ഞ് എന്തിനാ നേരത്തെ ഇറങ്ങി? എന്റെ സമയത്ത് ഞാൻ ഇറങ്ങൂടാ കേട്ടാ. നേരത്തെ ഇറങ്ങി ആ എപ്പ എന്നോട് പറഞ്ഞു അടക്കി വെച്ചതാണോ? അത് കുഴിക്കണാൻ നമ്പരല്ലേ? ഒരു പണിയും നീ തരൂല. അപ്പോൾ ഈ ഒരു വീഡിയോ ഏകദേശം ഒരാഴ്ചയിൽ മുകളിലായി ഇങ്ങനെ ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ വന്നിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു റിയാക്ഷൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ പിന്നീട് ഞാൻ കരുതി ഇങ്ങനെ ഒരു വീഡിയോ ഞാനായിട്ട് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് ചെയ്യാതെയാണ്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലും വളരെയധികം വൈറലായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസികളുടെ വിശ്വാസം കൂടി കെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ആ വീഡിയോ പ്രചരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ 2 വീഡിയോയിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2 വീഡിയോയിലും കോമൺ ആയിട്ടുള്ളത് മുത്തപ്പൻ തെയ്യമാണ്. മുത്തപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, ലോകത്തെങ്ങും. അതുമാത്രമല്ല, അതുപോലെ ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാ മതത്തിലും അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ആരാധിക്കുന്ന ഒരു ദൈവമാണ് മുത്തപ്പൻ. അങ്ങനെയുള്ളൊരു മുത്തപ്പൻ്റെ കോലം കെട്ടിയിട്ട് ഒരു കാരണവശാലും ഒരു കൊലകാരി ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ 2 വീഡിയോയിലുള്ള തെയ്യം കെട്ടിയ കൊലക്കാരായാലും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുത്തപ്പൻ അത്രയും ജനകീയമായൊരു ദൈവമാണ്. നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു ദൈവമാണ് മുത്തപ്പൻ. അങ്ങനെയുള്ളൊരു മുത്തപ്പൻ്റെ തെയ്യത്തിൻ്റെ കോലം ധരിച്ചിട്ട് ഒരു കൊലകാരി സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ, ഇതിൽ പലപ്പോഴും പലരും പറയുന്നത് കേട്ടു, അത് അവർ മദ്യത്തിൻ്റെ ലഹരിയിലാണ് ഈ സംസാരിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഒരു കോലം ധരിച്ചിട്ട് അവരൊരിക്കലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 കോലക്കാരായാലും ഇപ്പോൾ നമ്മളിപ്പോൾ കാണാം, മറ്റ് ജില്ലകളിലൊക്കെ ഈ തെയ്യം വേദികളിലും മറ്റുമായിട്ട് ഇങ്ങനെ കാട്ടിക്കൂടി ഒപ്പിച്ച് നടത്തുന്നുണ്ട്. ഒരു തെയ്യം എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനമാണ്, അതൊരു കലയല്ല. ഇത് വെറും ഇപ്പോൾ ഒരു കല എന്ന രീതിയിലാണ് പലരും കാണുന്നത്. വെറും ഒരു കല, സാധാരണ ഇപ്പോൾ ഒരു ഭരതനാട്യമോ കുച്ചിപ്പുടിയോ അങ്ങനെ എന്തെങ്കിലും വെറും ഒരു കലയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് ശരിക്കും ഒരു കല മാത്രമല്ല, കലയല്ല ശരിക്കും. ഇതിനെ ഒരു എന്താ പറയുക, തെയ്യം കല അല്ല തെയ്യം കലാകാരൻ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒരു കലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പലരും. ശരിക്കും ഇതൊരു അനുഷ്ഠാനമാണ്, നമ്മുടെയൊക്കെ ഒരു വിശ്വാസമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള തെയ്യം കെട്ടുന്ന കോലക്കാർ അവരെത്രയോ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിറകെ നടന്ന് ഓരോ കോലത്തെക്കുറിച്ചും അവർ നന്നായി പഠിച്ച് അതിൻ്റെ ഓരോ കർമ്മങ്ങളും കൃത്യമായി ചെയ്യുന്ന കർമ്മങ്ങളാണിത്. അതിൻ്റെ ഒരു തെയ്യം മുത്തപ്പൻ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടി. മുത്തപ്പൻ്റെ
തോറ്റം അങ്ങനെ പലതും ചെയ്ത് അതിൻ്റെ അനുഷ്ഠാനങ്ങൾ അതിൻ്റെ രീതിയിൽ അതേ രീതിയിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു അനുഷ്ഠാനം പൂർത്തിയാവുന്നത്. ഇപ്പോൾ മറ്റു തലക്കൊക്കെ നമുക്കിപ്പം കാണാം തെയ്യം ഇപ്പം തീച്ചാവടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പേക്കൂത്ത് നടത്തുന്നുണ്ട്. അവർക്കായിരിക്കും അറിയില്ല എന്താണ് തീച്ചാവണ്ടി എന്താണ് തെയ്യം എന്നൊന്നും അറിയാത്തവരൊക്കെ പോയിട്ട് അവർ ശരിക്കും ഇവരെ ചൂഷണം ചെയ്യാണ്, ഇതൊരു ബിസിനസ് ആക്കി മാറ്റുകയാണ്. ശരിക്കും ആ ചെയ്യുന്നവരും ഇവിടെ ഇപ്പോൾ അനുഷ്ഠാനം എന്ന രീതിയിൽ തെയ്യം കഴിച്ചിട്ട് കാറ് കയറി പോവുകയും മറ്റ് രണ്ട് തെയ്യങ്ങൾ തമ്മിൽ ഈ ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നതൊക്കെ ഇവർ രണ്ടാളും തമ്മിൽ ഒരു വ്യത്യാസവും ശരിക്കില്ല. ശരിക്കും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഈ ഒരു അനുഷ്ഠാനം ചെയ്യാൻ യോഗ്യരല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇതിനെ ഒരു അറുതി വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെതിരെ കൂട്ടായി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യണം. അതിനിപ്പോൾ നമ്മുടെ സമുദായ സംഘടനകളും ഉത്സവ കമ്മിറ്റി, ഇപ്പം നമ്മളെയൊക്കെ കാവിൻ്റെയൊക്കെ ഉത്സവ കമ്മിറ്റിക്കാരും അതുപോലെ എല്ലാ സമുദായ സംഘടനകളും തെയ്യക്കാരും തെയ്യം അനുഷ്ഠാനം അതിൻ്റെ രീതിയിൽ നടത്തുന്ന എല്ലാ തെയ്യക്കാരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതിനെതിരെ ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അതായത് ഇങ്ങനെ ചെയ്യുന്ന ഒരാളും ഒരിക്കലും ഒരു തെയ്യം കെട്ടാൻ യോഗ്യരല്ല അവർ. അപ്പോൾ അതിന് വേണ്ടുന്ന തക്കതായ നടപടികൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്ന് സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.